ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ശരിക്കും നിങ്ങളിത് ഞെട്ടും ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചാൽ. ഇത് കള്ളം പറയുന്നതല്ല, സത്യമാണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിട്ടില്ല റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. അപ്പോൾ അതിന് വേണ്ടി അതെങ്ങനെയാണ് ആ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ്. നമ്മൾ തോരനൊക്കെ വെക്കുന്ന പച്ചപ്പയർ, അതായത് പച്ച ചെറുപയർ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെറുപയർ നമുക്ക് ഒരു 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആണ് എടുക്കേണ്ടത്. പിന്നെ ഉരുളക്കിഴങ്ങ് അത് അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ഇത് രണ്ടും കൂടി നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചെറുപയർ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ചെറുപയർ നമുക്കറിയാമല്ലോ, ചെറുപയർ പണ്ട് മുതലേ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ചെറുപയർ. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യും. ചെറുപയർ നമ്മളെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് സ്കിന്നിൽ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല ക്ലിയർ ആക്കും. അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ കൂടെ നമ്മൾ തൈര് കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. പാലാണ് വേണ്ടതെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. എനിക്ക് തൈരാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കേണ്ടതുണ്ട്. അതായത് ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ കടലമാവോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ റിസൾട്ട് തോന്നിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ചുകൂടെ തൈരോ പാലോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖം വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫേസ് പാക്കിൻ്റെ ഒരു ഗുണവും കിട്ടത്തില്ല. അപ്പം മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല ഈസിയാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ആ ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറുപയറും പിന്നെ അരിപ്പൊടിയും കൂടി ചേരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. അപ്പോൾ ഇതൊരു ആഴ്ചയിൽ 2 തവണയൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. പക്ഷേ നന്നായിട്ട് ഡ്രൈ ആയില്ല. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാനിത് വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നന്നായിട്ട് ഡ്രൈ ആവണമെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാഷ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടി. കാരണം നല്ല ബ്രൈറ്റായി മുഖം. നല്ല ബ്രൈറ്റായെന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റായി. നല്ല റിസൾട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ നമുക്കത് ഫുൾ വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 25 മിനിറ്റാണ് വെച്ചിരുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊരു ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിലെ ആ ടാനും സ്കിന്നിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത് വാഷ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആദ്യം കണ്ടതുപോലെയാണ് ഇപ്പോൾ ഫേസ് ഇരിക്കുന്നത്. എന്ത് വ്യത്യാസമാണ് വന്നേക്കുന്നത് നോക്കിയാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. സ്കിന്നിലെ ടാൻ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു വൻ നഷ്ടമായി പോകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.